ഹലോ ഗൈസ്, ഒടുവില് മനസ്സില്ലാ മനസ്സോടെ എനിക്കിത് ചെയ്യേണ്ടി വന്നു. മര്യാദയ്ക്ക് തുടക്കത്തിൽ ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ഞാൻ കാരണം ഈ വിങ്കാറൂസിന് ഈ അവസ്ഥ വരില്ലായിരുന്നു. പ്രൂണിങ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ തന്നെ ഒരുപാട് വീഡിയോകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയൊരു ചെടി കൊണ്ടുവരുമ്പം അതിലുള്ള പൂവും കായും ഒക്കെ വെട്ടിക്കളയണമെന്നും ഞാൻ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ മനുഷ്യനാണല്ലോ, വീണു പോകുമല്ലോ. ഈ ചെടിയുടെ ഭംഗിയിൽ ഞാൻ വീണു പോയി. അതുകൊണ്ട് ആ പൂ കണ്ടപ്പോൾ അതിലൊരു സീഡും കൂടെ കണ്ടപ്പോൾ എൻ്റെ അത്യാഗ്രഹം അതിനെ വെട്ടിമുറിക്കാൻ എന്നെ അനുവദിച്ചില്ല. പക്ഷേ അതിപ്പം ഒടുവിൽ കണ്ടോ, എനിക്ക് തന്നെ പണിയായി. ആ വിങ്കാറോസ് വാടി തുടങ്ങി. ഞാൻ അതിൻ്റെ കൂടെ പ്രൂൺ ചെയ്ത് നിർത്തിയിരുന്ന വിങ്കാറോസ് നോക്ക് എത്ര ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നതെന്ന്. അങ്ങനെ ഒടുവിൽ ഞാൻ വെട്ടിക്കൂട്ടി. എൻ്റെ മനസ്സോടെ ഞാൻ സങ്കടത്തോടെയാണെങ്കിലും വെട്ടിക്കൂട്ടി. ഇനി അത് സർവൈവ് ചെയ്യുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. അതേ അവസ്ഥയാണ് ഞാൻ നട്ടിരുന്ന ആ മുല്ലയും പിച്ചിയും. ആ മുല്ലയിലും പിച്ചിയിലും മുട്ടുണ്ടായിരുന്നു. ഞാൻ നട്ടിരുന്ന വീഡിയോ നിങ്ങൾ കണ്ടപ്പം ശ്രദ്ധിച്ചെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിച്ചിക്കൊക്കെ നല്ല മണമായിരുന്നു. അതുകൊണ്ട് ഒരു 5 പൂ വിരിയട്ടെ, അല്ലെ ഒരു 6 പൂ വിരിയട്ടെ, എന്നിട്ട് വെട്ടാമെന്ന് കരുതി ഞാൻ നിർത്തിയതാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഈ അത്യാഗ്രഹം പാവമുണ്ട്. അതുങ്ങളെ ഒരു സോയിലിൽ വന്ന് ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ വേണ്ടി, ഒന്ന് പച്ച പിടിക്കാൻ വേണ്ടി, ഒന്ന് വേരോടിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവർ പൂ വിരിയിക്കാൻ വേണ്ടി എനർജി കണ്ടെത്തണം. അവർക്ക് കുറേ ശിഖരങ്ങളുണ്ട്. ആ ശിഖരങ്ങളിലോട്ടുള്ള എല്ലാ ശിഖരങ്ങളിലേക്കും എനർജി എത്തിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഇലകളുണ്ട്. ഇതിനെല്ലാം ഫോട്ടോസിന്തസിസ് നടത്തണം. ഇതിനെല്ലാം എനർജി വേണം. ഇതെല്ലാം ഈ വേരോടുന്ന് ശ്രമിക്കുന്നതിനിടയിൽ ഇതുങ്ങൾ വലിച്ചെടുക്കണം. അത് ഭയങ്കര ഒരു ഓവർ ബേർഡൻ ആണ്. ശരിക്കും ഞാൻ കാരണം കഷ്ടപ്പെട്ടത് ആ ചെടികളല്ലേ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പുതിയതായിട്ട് ചെടി വാങ്ങുമ്പോഴത്തേക്കും അത് പ്രൂൺ ചെയ്ത് വേണം നിർത്താൻ. എന്നാലേ ഉള്ളൂ ആ ചെടി വേഗം വളർന്ന്